2 സാമുവേൽ 3-ാം അധ്യായം 1 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. സാവൂളിന്റെ ഭവനവും ദാവീദിന്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സാവൂളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു. ദാവീദിന്റെ പുത്രന്മാർ. ദാവീദ് ഹെബ്രോണിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. ജസ്രേൽക്കാരി അഹിനോവാമിൽ ജനിച്ച അമ്നോൻ ആയിരുന്നു ഒന്നാമൻ. കാർമൽക്കാരൻ നാബാലിന്റെ വിധവയായിരുന്ന അബീഗായിലിന്റെ ജനിച്ച ഖിലിയാബ് രണ്ടാമനും. മൂന്നാമനായ അബ്സലോമിനെ പ്രസവിച്ച് ഗഷൂരിലെ രാജാവായ തൽമിയായുടെ മകൾ മാഖ ആണ്. ഹഗ്ഗീത്തിൽ 4-ാമൻ അദോനിയായും അബിൽത്താലിൽ 5-ാമൻ ഷെഫത്തിയായും ഭാര്യയായ എഗ്ലായിൽ 6-ാമൻ ഇത്രയാമൻ ജനിച്ചു. ഇവരാണ് ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ. ദാവീദും അബ്നേറും. സാവൂളിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അബ്നേർ സാവൂളിന്റെ കുടുംബത്തിൽ പ്രാബല്യം നേടിക്കൊണ്ടിരുന്നു. സാവൂളിന് ഒരു ഉപനാരി ഉണ്ടായിരുന്നു. അവൾ അയ്യായുടെ മകൾ റിസ്പ ആയിരുന്നു. ഇഷ്ബോഷേത്ത് അബ്നേറിനോട് ചോദിച്ചു, നീ എൻ്റെ പിതാവിൻ്റെ ഉപനാരിയുമായി ശയിച്ചതെന്തിന്? അപ്പോൾ അബ്നേർ ക്രോധനായി പറഞ്ഞു, ഞാൻ യൂദാപക്ഷത്തെ ഒരു നായാണെന്ന് നീ കരുതുന്നുവോ? നിന്റെ പിതാവായ സാവൂളിന്റെ ഭവനത്തോട് സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ഇന്നോളം ഞാൻ വിശ്വസ്തത പുലർത്തി. ദാവീദിന്റെ പിടിയിൽപ്പെടാതെ ഞാൻ നിന്നെ രക്ഷിച്ചു. എന്നിട്ടും സ്ത്രീ സംബന്ധമായ കുറ്റം എന്നിൽ ആരോപിക്കുന്നുവോ? സാവൂളിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യമെടുത്ത് ദാൻ മുതൽ ബേർഷെബ വരെ ഇസ്രായേലിലും യൂദായിലും ദാവീദിന്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് സത്യം ചെയ്തിട്ടുള്ളത് ഞാൻ ദാവീദിന് നിറവേറ്റി കൊടുക്കാതിരുന്നാൽ ദൈവം ഈ അബ്നേറിനെ കഠിനമായി ശിക്ഷിച്ചുകൊള്ളട്ടെ. അബ്നേറിനെ അത്യധികം ഭയപ്പെട്ടതുകൊണ്ട് ഇഷ്ബോഷെത്തിന് ഒരു വാക്കുപോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ച് അബ്നേർ അറിയിച്ചു, ദേശം ആർക്കുള്ളത്? എന്നോട് ഉടമ്പടി ചെയ്യുക. ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിന് ഞാൻ സഹായിക്കാം. ദാവീദ് മറുപടി പറഞ്ഞു, കൊള്ളാം, ഞാൻ ഉടമ്പടി ചെയ്യാം. പക്ഷേ ഒരു വ്യവസ്ഥ, എന്നെ കാണാൻ വരുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാലിനെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവരണം. അനന്തരം ദാവീദ് സാവൂളിന്റെ മകൻ ഇഷ്ബോഷെത്തിനോട് ദൂതന്മാരെ അയച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യ മിഖാലിനെ തിരിച്ചു തരിക. 100 ഫിലിസ്ത്യരുടെ അഗ്രചർമ്മം കൊടുത്താണ് ഞാൻ അവളെ പരിഗ്രഹിച്ചത്. ഇഷ്ബോഷെത്ത് ആളയച്ച് ലായിഷിന്റെ മകനും മിഖാലിന്റെ ഭർത്താവുമായ ഫൽത്തിയേലിന്റെ അടുക്കൽ നിന്ന് അവളെ മടക്കി വരുത്തി. അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹൂറീം വരെ പിന്നാലെ ചെന്നു. അബ്നേർ അവനോട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. അബ്നേർ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് സംസാരിച്ചു, ദാവീദിനെ രാജാവായി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലോ. ഇപ്പോൾ ഇതാ അങ്ങനെ ചെയ്യുവിൻ. എൻ്റെ ദാസനായ ദാവീദിന്റെ കരം കൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെയും മറ്റു ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് കർത്താവ് ദാവീദിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അബ്നേർ ബെഞ്ചമിൻ ഗോത്രക്കാരോടും സംസാരിച്ചു. ഇസ്രായേൽ ഗോത്രക്കാരുടെയും ബെഞ്ചമിൻ ഗോത്രത്തിന്റെയും സമ്മതം ദാവീദിനെ അറിയിക്കാൻ അബ്നേർ ഹെബ്രോണിലേക്ക് പോയി. 20 ആളുകളുമായി അബ്നേർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കലെത്തി. അവർക്ക് വേണ്ടി ദാവീദ് ഒരു വിരുന്നൊരുക്കി. അബ്നേർ ദാവീദിനോട് പറഞ്ഞു, ഞാൻ ചെന്ന ഇസ്രായേൽ മുഴുവനെയും എൻ്റെ യജമാനായ രാജാവിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരാം. അവർ അങ്ങയോട് ഒരു ഉടമ്പടി ചെയ്യട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടെയും മേൽ രാജാവായി വാഴുകയും ചെയ്യാം. ദാവീദ് അബ്നേറിനെ പറഞ്ഞയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ തന്നെ ദാവീദിന്റെ ദാസന്മാർ യോവാബിനോടൊപ്പം ഒരു കവർച്ച കഴിഞ്ഞ് കൊള്ളവസ്തുക്കളുമായി മടങ്ങിയെത്തി. അപ്പോൾ അബ്നേർ ഹെബ്രോണിൽ ദാവീദിനോടുകൂടി ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ ദാവീദ് അവനെ മടക്കി അയക്കുകയും അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നു.
നേറിന്റെ മകൻ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്നു. രാജാവ് അവനെ സമാധാനത്തോടെ മടക്കി അയച്ചു എന്ന് സൈന്യസമേതം മടങ്ങി വന്ന യോവാബ് അറിയിച്ചു. യോവാബ് രാജാവിനോട് ചോദിച്ചു, അങ്ങ് ഈ ചെയ്തതെന്ത്? അബ്നേർ അങ്ങയുടെ അടുക്കൽ വന്നിരുന്നല്ലോ, അങ്ങ് അവനെ വെറുതെ വിട്ടത് എന്തുകൊണ്ട്? അങ്ങയുടെ വ്യാപാരങ്ങൾ ഉറ്റുനോക്കി അങ്ങയെ വഞ്ചിക്കാനാണ് നേറിന്റെ മകൻ അബ്നേർ വന്നതെന്ന് അങ്ങ് അറിയുന്നില്ലേ? ദാവീദിന്റെ സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന യോവാബ് അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ സീറായുടെ കിണറ്റിനരികിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. ദാവീദ് ഇതറിഞ്ഞില്ല. അബ്നേർ ഹെബ്രോണിൽ തിരിച്ചെത്തിയപ്പോൾ സ്വകാര്യം പറയുവാൻ എന്നോണം യോവാബ് അവനെ പടിവാതിക്കലേക്ക് തനിച്ചു കൊണ്ടുപോയി വയറ്റത്ത് കുത്തി അവനെ കൊന്ന് തന്റെ സഹോദരനായ അസഹേലിനെ കൊന്നതിന് പകരം വീട്ടി. ഈ വിവരമറിഞ്ഞ ദാവീദ് പറഞ്ഞു, നേറിന്റെ മകൻ അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്ക് എന്റെ രാജ്യത്തിനും കർത്താവിന്റെ മുമ്പാകെ കുറ്റമില്ല. ഇത് യോവാബിന്റെയും അവന്റെ വൃദ്ധഭവനത്തിന്റെയും മേൽ ആയിരിക്കട്ടെ. യോവാബിന്റെ വൃദ്ധഭവനത്തിൽ രക്തസ്രാവക്കാരനോ കുഷ്ഠരോഗിയോ ഊന്നുവടിയില്ലാതെ നടക്കാൻ പറ്റാത്തവനോ വാളിനിരയാകുന്നവനോ പട്ടിണി കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ. തങ്ങളുടെ സഹോദരനായ അസഹേലിനെ അബ്നേർ ഗിബിയോനിലെ യുദ്ധത്തിൽ വെച്ച് കൊന്നുവെന്ന് യോവാബും സഹോദരൻ അബിഷായിലും അവനെ കൊന്നുകളഞ്ഞു. ദാവീദ് യോവാബിനോടും കൂടിയുണ്ടായിരുന്നവരോടും കൽപ്പിച്ചു, നിങ്ങൾ വസ്ത്രം കീറി ചാക്കൊടുത്ത് അബ്നേറിനെ കുറിച്ച് വിലപിക്കുകയും. ദാവീദ് ശവമഞ്ചത്തെ പിന്തുടർന്നു അബ്നേറിനെ ഹെബ്രോണിൽ സംസ്കരിച്ചു. രാജാവ് കല്ലറയ്ക്കരികെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു. സകല ജനവും വിലപിച്ചു. അബ്നേറിനെ പറ്റി രാജാവ് ഇങ്ങനെ വിലപിച്ചു, ഫോഷനെ പോലെ അല്ലയോ അബ്നേറിനും മരിക്കേണ്ടി വന്നത്? നിന്റെ കരങ്ങൾ ബന്ധിച്ചിരുന്നില്ല, നിന്റെ പാദങ്ങൾ കെട്ടിയിരുന്നില്ല. ദുഷ്ടരാൽ കൊല്ലപ്പെട്ടവൻ എന്ന പോലെയാണല്ലോ നീ കൊല്ലപ്പെട്ടത്. അവനെ ചൊല്ലി ജനം പിന്നെയും കരഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ അന്ന് പകൽ മുഴുവൻ ജനം നിർബന്ധിച്ചു. എന്നാൽ ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു, സൂര്യാസ്തമയത്തിന് മുൻപ് ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദൈവം എന്നെ കൊന്നുകളയട്ടെ. രാജാവോ ചെയ്തതെല്ലാം ജനം ശ്രദ്ധിച്ചു. അത് അവരെ തൃപ്തരാക്കി. നേറിന്റെ മകനായ അബ്നേറിനെ കൊന്നത് രാജാവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവൻ മനസ്സിലാക്കി. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ മരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അഭിഷിക്തനായ രാജാവെങ്കിലും ഞാൻ ഇന്ന് ബലഹീനനാണ്. സെരൂയയുടെ പുത്രന്മാരായ ഇവർ എന്റെ വരുതിയിൽ ഒതുങ്ങാത്ത വിധം സൂത്രന്മാരാത്രേ. ദുഷ്ടനോട് അവന്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം കർത്താവ് പ്രതികാരം ചെയ്യട്ടെ.